എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സമൂസ ഷീറ്റും ചിക്കനൊക്കെ വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫില്ലിങ് തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ സവാള ചേർത്ത് കൊടുക്കാൻ. സവാള ഞാനൊരു വലിയ 2 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. പിന്നെ 2 ചെറിയ പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കണം. സിമ്മിലിട്ടിട്ട് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് അതിൻ്റെ നീര് വറ്റിയൊന്ന് ചെറുതായി വാടി വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കാബേജും എടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ ഒന്നും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം അതിൻ്റെ പച്ചമണക്കൊന്ന് വാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി വഴന്ന് വന്ന സവാളയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ, അത് ഞാനൊരു ടീസ്പൂൺ ചതച്ചെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സിമ്മിലിട്ടിട്ട് ചെയ്യുക. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, ഓവറാവണ്ട. കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് സെറ്റായി വരാനുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ക്രഷ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സവാള ഒന്ന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നത്. കുറച്ച് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളൂ. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ നോക്കിയിടുക. നമ്മൾ ചിക്കനിലും ഇപ്പോൾ ഈ പൊട്ടാറ്റോ അതൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ടിടുക. അപ്പോൾ ഇതിപ്പോൾ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതും ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്ത് നല്ലോണം ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം അതിൽ യോജിക്കണം കേട്ടോ. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സിമ്മിലിട്ടിട്ട് വെക്കുക. അതൊന്ന് യോജിച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു നാരങ്ങയുടെ അരമുറിയാണ് ഞാൻ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കുക. അപ്പം ഞാനിവിടെ ഒരു സമൂസ ഷീറ്റും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഒരു ചെറിയൊരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നന്നായിട്ട് പറയുമ്പോൾ നന്നായിട്ട് പരത്തണ്ട, കുറച്ചിതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കുക. ആ സമൂസ ഷീറ്റിലൊന്ന് വെക്കണമല്ലോ, അപ്പോൾ ആ രീതിയിൽ നോക്കിയിട്ടൊന്ന്
ഫില്ലിംഗ് ഒന്ന് പരത്തിയെടുക്കുക. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ ഒരു സംഭവം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്. അത് ഇതുപോലൊന്ന് നടുകൊന്ന് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ മേലൊന്ന് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇതുണ്ടല്ലോ, ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ അറ്റം വരുന്ന ആ ഭാഗത്ത് നമുക്ക് കുറച്ച് മൈദമാവ്, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിക്കിൽ ഒന്ന് എടുക്കുക. നമുക്കൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് തിക്കിലൊന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അത് റോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഒട്ടി നിന്നോളും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ടൈറ്റാക്കിയിട്ട് തന്നെ റോൾ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഒന്ന് പുറത്ത് ചാടുള്ളൂ. അപ്പം ഞാൻ ഒന്നിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി കാണുന്ന കുറച്ച് സ്പേസും കൂടി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ, അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി നല്ലോണം ടൈറ്റായിട്ട് നിന്നോളും. ഇത് കണ്ടോ, കുറച്ച് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അപ്പുറത്തെ സൈഡും അതുപോലെ ചെയ്യാം. ഒന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഭാഗം. ഇനി അപ്പുറത്തെ സൈഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നിവിടെ ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാൻ എല്ലാതും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ നമ്മൾ ഇത് ഒട്ടിക്കാനായിട്ട് ഉണ്ടാക്കിയല്ലോ മൈദമാവ്, അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളമാക്കിയിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അടുത്ത പാത്രത്തിൽ എന്ന് പറയുമ്പോൾ ബ്രെഡ് ക്രംസാണ്. അത് ബ്രെഡ് പൊടി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഇതുപോലെ മൈദമാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസിൽ രണ്ട് സൈഡും ഇതേപോലെ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇട്ട് കഴിഞ്ഞാൽ സിമ്മിലിട്ട് വയ്ക്കുക. എന്നിട്ട് ഞാനൊരു 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്യണം. ഇനി ഇത് ഒരു സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റൊക്കെയാണ് അകത്ത്. അപ്പോൾ ഇത് ഞാൻ മുറിച്ച് കാണിച്ചു തരാണ്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഈ സോസിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ. ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.